ഹലോ, എന്തൊക്കെയുണ്ട്? ദ ബേക്കിൽ മൊത്തം വൃത്തിയുടെ കിടക്കുകയാണ്. എല്ലാം വാരി വലിച്ചിട്ടാണുള്ളത് അല്ലേ. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഇന്ന് കോളേജിൽ നിന്ന് ട്രിപ്പ് പോവുകയാണ്. ആക്ച്വലി ഞാൻ ട്രിപ്പ് പോയി വന്നതിന് ശേഷമാണ് കേട്ടോ ഈ വീഡിയോസ് ഒക്കെ ഇടുന്നത്. ഞാൻ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതേ മുറ്റത്തൊരു മൈന എന്നൊക്കെ പറഞ്ഞ പോലെ ഇത് 2-3 ആൾക്കാർ നിൽക്കുന്നു. മാമനും മാമിയും വാവയൊക്കെ ആയിരുന്നു. ഞാൻ ഇറങ്ങാൻ നേരത്തായിരുന്നു ഇവരെ വരവ്. അതുകൊണ്ട് എനിക്ക് റിസർവിന് മരിയെ കളിപ്പിക്കാനൊന്നും പറ്റിയില്ല. സെക്കൻഡ് തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. മാമ വന്നതിനെ കൊണ്ട് തന്നെ ഞാൻ രക്ഷപ്പെട്ടു. മാമനെ റെയിൽവേ സ്റ്റേഷൻ വരെ ആക്കി തന്നെ. എല്ലായിടത്തും ലേറ്റ് ആയി എത്തുന്നത് ഞാൻ ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ നേരത്തെയാണ് എത്തി. ഞാൻ വന്നതിന് ശേഷമാണ് കുറേ പേരൊക്കെ വന്നത്. എനിക്ക് കയറുന്നതിന് മുമ്പേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സൈഡ് സീറ്റ് കിട്ടണം എന്നുള്ളത്. അപ്പം ആഗ്രഹം പോലെ സൈഡ് സീറ്റ് ഒക്കെ കിട്ടി. പക്ഷെ ചെറുതായിട്ടൊന്ന് പടിവാളി. നല്ല വെയിലാണ്. ഞാൻ വിചാരിച്ച 48 മണിക്കൂർ ഈ ട്രെയിനിൽ ഇരിക്കുക നല്ല ബോറിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സൈഡ് സീറ്റിൽ ഇരുന്നിട്ട് നല്ല രീതിയിൽ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കണ്ടുപോകാന്നൊക്കെയായിരുന്നു. ആക്ച്വലി ഞാൻ ഫസ്റ്റ് കുറച്ച് നേരം ഇരുന്നതെന്നല്ലാണ്ട് പിന്നെ സൈഡ് സീറ്റിലേക്ക് ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ സൈഡ് സീറ്റിൽ ഇരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനേക്കാൾ അടിപൊളിയാണ് ഈ ഫ്രണ്ട്സുമായിട്ട് ഇരുന്ന് കഥ പറഞ്ഞിട്ട് ഈ ട്രെയിൻ ജേണി എന്ന് പറയുന്നത് കേട്ടോ. എന്ന് വെച്ച് ബാക്കിയുള്ള ട്രെയിനിൽ കാണുന്ന ഭംഗി അടിപൊളിയല്ല എന്നല്ല, പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് സൈഡ് സീറ്റിലിരുന്ന് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്താ പറയുക ഫ്രണ്ട്സിനോട് എൻജോയ് ചെയ്യുന്നതായിരുന്നേ. ഇത്രയും നേരമായിട്ട് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മാത്രം പറഞ്ഞിട്ടില്ല അല്ലേ. ഒരു 10 days ട്രിപ്പാണ്. മണാലി, ഡൽഹി, കസോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ ബാക്കി ഞാൻ പോയ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. അപ്പോൾ ശരി, ബൈ.